നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആരാധകരെ ആവേശത്തിലാക്കി വീണ്ടും ലാലേട്ടൻ മാജിക്. അവധിക്കാലം ആഘോഷമാക്കാൻ ലൂസിഫർ ഇന്നിറങ്ങുന്നു. പൃഥ്വിരാജ് സംവിധായകനാകുന്ന ആദ്യ സിനിമയുടെ പ്രദർശനം രാവിലെ തന്നെ കേരളത്തിലെ 400ഓളം സ്ക്രീനുകളിൽ ആരംഭിച്ചു. ആദ്യ പ്രദർശനം കാണാൻ മോഹൻലാൽ കൊച്ചിയിൽ നേരിട്ടെത്തി. ശ്രീനാഥ് ചേരുകയാണ്. ശ്രീനാഥ്, വലിയ ആവേശത്തിലാണ് ജനങ്ങൾ. മോഹൻലാലും എത്തിയിട്ടുണ്ട് ആദ്യ പ്രദർശനം കാണാനൊപ്പം പൃഥ്വിരാജും ഭാര്യയും ഒപ്പം എത്തിയിട്ടുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ? ആദ്യ പ്രദർശനം ആരംഭിച്ചോ? പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആവേശത്തിലാണ് പ്രേക്ഷകരെല്ലാവരും. അതായത് ലൂസിഫർ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കാണാൻ മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം പൃഥ്വിരാജ് എത്തിയിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ കുടുംബവും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തവുമുണ്ട്. ഇന്ന് ആദ്യത്തെ ഷോ അദ്ദേഹത്തിന്റെ ആരാധകർക്കായിട്ടുള്ള ഷോയാണ്. പക്ഷേ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തിയേറ്ററുകളിൽ. രാവിലെ മുതൽ ഏതാണ്ട് 6 മണി മുതൽ ഇവിടെ വലിയ തോതിൽ ആരാധകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ സിനിമ ആരംഭിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമയെ കാണുന്നത്. മാത്രമല്ല, ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടാണ് എല്ലാവരും ഈ ലൂസിഫറിനെ കാണുന്നത്. കേരളത്തിൽ മാത്രം 400ഓളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ലോകത്തൊട്ടാകെ 1500 സ്ക്രീനുകളിൽ ഒരേ സമയം പ്രദർശനം എന്നുള്ളതാണ് ലൂസിഫറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമ എന്ന ബഹുമതിയും ലൂസിഫറിന് അവകാശപ്പെട്ടതാണ്. ഇതാ സിനിമ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിരൻ 2 പ്രദർശിപ്പിച്ചതിനേക്കാൾ കൂടുതൽ തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ. അതേപോലെ കേരളത്തിലും 400ലധികം തിയേറ്ററുകളിൽ ഈ ഒരേ സമയം തന്നെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എറണാകുളത്തെ ഷോ കാണാനാണ് മോഹൻലാൽ കുടുംബസമേതം എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരുണ്ട്. അതേപോലെ ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ ഈ ചിത്രം കാണാനെത്തിയിരിക്കുന്നു. വലിയ ആവേശത്തോടു കൂടി ഈ ചിത്രം വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും തന്നെ ഇവിടെയുള്ളത്. ഈ ചിത്രം അല്പസമയത്തിനകം ആരംഭിക്കുന്നതായിരിക്കും. അതിൻ്റെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിത്രം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ശരി, തിരുവനന്തപുരത്ത് നിന്ന് മനു വർഗീസ് കൂടി ചേരുകയാണ്. മനു, കൊച്ചിയിൽ ആരാധകർക്ക് ഇരട്ടി മധുരമായി മോഹൻലാൽ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട് ചിത്രം കാണാൻ, ആദ്യ പ്രദർശനം കാണാൻ. തിരുവനന്തപുരത്ത് എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ? എത്രത്തോളം വലിയ സ്വീകരണമാണ് ലൂസിഫറിന് ഒരുക്കിയിട്ടുള്ളത്? ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ടീം കൂട്ടുകെട്ടിന്റെ ലൂസിഫർ റിലീസിന് എത്തിയിരിക്കുന്നു. വലിയൊരു ആവേശമാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന്. രാവിലെ തന്നെ മുതൽ തുടങ്ങുന്ന ഫാൻ ഷോയ്ക്ക് വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ചിത്രം റിലീസിന് എത്തുന്നത് 400 തിയേറ്ററുകളിലാണ്. ലോകമെമ്പാടും 3000-ലധികം തിയേറ്ററിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. മൾട്ടിസ്റ്റാർ, ഏറെ നാൾക്ക് ശേഷം മലയാള സിനിമയിൽ വരുന്ന ഒരു മൾട്ടിസ്റ്റാർ ചിത്രം. അതിൻ്റെതായ എല്ലാ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സിനിമയെ ഉൾക്കൊള്ളുന്നത്. വിവേക് ഒബ്റോയ് അടക്കമുള്ള താരങ്ങൾ ചിത്രത്തിൽ എത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മലയാളത്തിലൊരു സൂപ്പർ താരം, പൃഥ്വിരാജിനെ പോലുള്ള ഒരു സൂപ്പർ താരം മോഹൻലാലിനെ പോലുള്ള ഒരു താരത്തെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ. അതുതന്നെയാണ് സിനിമയുടെ പ്രത്യേകത. ഒപ്പം തന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാം, ഏകദേശം ഒരുപാട് ആരാധക വൃന്ദാന്തങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്രമാത്രം പ്രതീക്ഷയുണ്ട് സിനിമയിൽ? അടിപൊളി പടമായിരിക്കും, പൊളിക്കും പടം. ഏറ്റവും ശ്രദ്ധേയം, മോഹൻലാൽ പൃഥ്വിരാജ് ടീം കൂട്ടുകാട്ട് വരുന്നു. ആദ്യമായിട്ട് മോഹൻലാൽ പൃഥ്വിരാജിനോട് അഭിനയിക്കുന്നു, ഒപ്പം സംവിധാനം ചെയ്യുന്നു. അത് നല്ലൊരു പ്രതീക്ഷ, നല്ല പ്രതീക്ഷ. വമ്പൻ ഹിറ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. അത് തന്നെയാണ് ആരാധകർ പറയുന്നത്. ചിത്രം ഒരു വമ്പൻ ഹിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ആൾക്കാരിലോട് തിരിഞ്ഞിരിക്കുന്നു, അവരോട് തന്നെ നമുക്ക് പ്രതികരണങ്ങൾ ചോദിക്കാം. എത്രമാത്രം പ്രതീക്ഷയുണ്ട് സിനിമ? നല്ല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ ഫാൻ ഷോ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് എത്തുന്നത്. ചിത്രം നല്ല പ്രതീക്ഷയാണ്, വൻ പ്രതീക്ഷയാണ്. പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഏറ്റവും പ്രതീക്ഷ, ഒരുപാട് നാൾക്ക് ശേഷം വരുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം. വിവേക് ഒബ്റോയ് അടക്കമുള്ള താരങ്ങൾ, പൃഥ്വിരാജിന്റെ സംവിധാനം, എങ്ങനെ എത്രമാത്രം വലിയ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നോക്കുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹം ലാലേട്ടനെ പോലുള്ള ഒരു ആളെ വെച്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷ തന്നെ. തീർച്ചയായും ലാലേട്ടൻ വരെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടമായിരിക്കും. നമുക്ക് പ്രതീക്ഷയുടെ അങ്ങറ്റാണുള്ളത്. എത്രമാത്രമുണ്ട് രാവിലത്തെ ഒരു ജനക്കൂട്ടം? എങ്ങനെയുണ്ട് ഒരു ആൾക്കാരുടെ റിയാക്ഷൻ? വന്നോടെ തിരുവനന്തപുരം മൊത്തം ആൾക്കാരുടെ ഫാൻ ഷോസ് ആണ്.
പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഏകദേശം ഒരു നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. ഇനി ചിത്രം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ ആദ്യ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ഏതായാലും ഇനി ഏകദേശം മിനിറ്റുകൾക്കകം തന്നെ ചിത്രം തിരുവനന്തപുരത്ത് നിന്നാണ് മനു വർഗീസ് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, ആരാധകർ ഏറെ ആവശ്യത്തിലാണ്. തിരുവനന്തപുരത്തും ഫാൻ ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് എന്താണ് സ്ഥിതി? അവിടെയും ആദ്യ പ്രദർശനം ആരംഭിച്ചോ? അല്പസമയത്തിനകം തന്നെ മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയുടെ പ്രദർശനം ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പ്രിയ തിയേറ്ററിലാണ്. നമുക്ക് കാണാം, ആരാധകർ രാവിലെ തന്നെ സിനിമയുടെ ആദ്യ പ്രദർശനം കാണാൻ എത്തിയിട്ടുണ്ട്. വലിയൊരു ആവേശം തന്നെയാണ് ആളുകളുടെ. കാരണം അവരെ ആകർഷിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്ന്, ഇതിൽ നായകൻ മോഹൻലാൽ, അതിന്റെ അപ്പുറത്തേക്ക് പൃഥ്വിരാജ് സംവിധായകനാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആകാംക്ഷ ഉയർത്തുന്നത്. ഈ സിനിമ ഒടിയന് ശേഷം ഇറങ്ങുന്ന ഈ സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ആരാധകർ വെച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ തുടക്കം മുതൽ അതിന്റെ പ്രചരണ രംഗത്ത് തന്നെ അതിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ എല്ലാം തന്നെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആളുകളെ ആകാംക്ഷയിൽ ഉണ്ടാക്കുന്നത്. നമ്മളോടൊപ്പം ഈ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹി ചേരുന്നുണ്ട്. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ സിനിമ? ഒടിയന് ശേഷം ഇറങ്ങുന്ന മോഹൻലാലിന്റെ ഒരു വലിയ ചിത്രമാണ്. നമ്മളെ സമയത്തോളം മോഹൻലാലിന്റെ പടം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പ്രതീക്ഷയോടുള്ള പടങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അല്ലാതെ നമ്മൾ ലോ ക്ലാസ് പടം ഹൈ ക്ലാസ് പടം ഒന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് ഹൈപ്പ് കൊടുത്തൊരു പടമാണ്. മറ്റുള്ളവരെ പോലെ നേരത്തെ തന്നെ പ്രൊമോഷൻ കൊടുത്ത് ജനങ്ങളുടെ ഒരു ലെവലിൽ എത്തിച്ചിട്ട് ആ ലെവലിൽ എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഈ പടത്തിന് വന്നിട്ടില്ല. ഈ പടത്തിൽ എന്തൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഈ പടത്തിലുണ്ട്, 100% ഉറപ്പാണ്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പൃഥ്വിരാജിനെ പോലുള്ള ഒരാളെ ഡയറക്ഷനായി കൊണ്ടു നിൽക്കുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ മലയാള സിനിമയിൽ, മോഹൻലാലാണത്. പൃഥ്വിരാജിന് ആ ഫസ്റ്റ് ചോയ്സ് മോഹൻലാൽ തന്നെയായിരുന്നു. അതിൽ മേലെ ഒന്നും നമുക്കില്ല പറയാൻ. പ്രതീക്ഷ തന്നെ നിങ്ങളുടെ വൺ ഹിറ്റ് തന്നെ ആയിരിക്കണം. ഇത് തന്നെയാണ് ഇവരുടെ ആവേശം. കാരണം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, മോഹൻലാൽ ഇതിൽ നായകനാകുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ലാൻഡ് ഫാൻസിന്റെ ഭാരവാഹി പറഞ്ഞതുപോലെ എന്താണോ ഈ സിനിമയിലുള്ളത് അതെല്ലാം വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒടിയന് സംഭവിച്ചതുപോലെയുള്ള ഒരു വലിയ ഹൈപ്പിലേക്ക് വന്നിട്ട് പിന്നീട് ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം വലിയ ആകാംക്ഷ. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. മറ്റു ചിത്രങ്ങളെക്കാൾ കടത്തിവെട്ടുന്ന തരത്തിൽ പടം സൂപ്പർ ഹിറ്റാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലൂസിഫർ പലയിടങ്ങളിലും ലൂസിഫറിന്റെ ആദ്യ പ്രദർശനവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിറങ്ങും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ഇന്ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ന്യൂസ് 18 പറഞ്ഞു. സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. രാവിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. 11 മുതൽ പത്രിക സമർപ്പിക്കാം. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. വരണാധികാരിയായ ജില്ലാ കളക്ടർമാർക്കോ അവർ ചുമതലപ്പെടുത്തുന്ന അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കോ മുൻപാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. എത്ര ആൾക്കാരെ അവിടെ ഈ ഹാളിൽ അകത്ത് വരാൻ പറ്റും? ഒരു പ്രൊസഷനുമായി കൂടുതൽ ആൾക്കൂട്ടം അവിടെ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ചേംബറിൽ പാടില്ല. 5 പേരെ മാക്സിമം ആണ് ഇപ്പോൾ അനുവദിക്കാറുള്ളത്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. 5-ന് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ടാകും. ക്രിമിനൽ കേസ് പ്രതികളായ സ്ഥാനാർത്ഥികൾ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ജനുവരി 30-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 9 ലക്ഷം പേർ കൂടി പുതുതായി പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയിരുന്നു. ഇവർക്കും ഇത്തവണ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. ഇതോടെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,60,00,000-ൽ പരമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആശയക്കുഴപ്പത്തിലായതോടെ തീരുമാനം നീളുന്നു. കേരളത്തിൽ നിന്ന് മത്സരിക്കാതിരിക്കാൻ രാഹുലിനുമേൽ സമ്മർദ്ദം ശക്തം. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയ ശരികേടാണെന്ന് ശരത് പവാറും ശരത് യാദവും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു. കേരളമോ കർണാടകയോ എന്ന് രാഹുൽ ഇന്ന് തീരുമാനിച്ചാൽ വയനാട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകും. രാഹുൽ വയനാട്ടിലേക്ക് വരുമെന്ന കേരള നേതാക്കളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഘടകകക്ഷികളുടെ നിലപാട്. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ മത്സരിക്കുന്നത് BJP വിരുദ്ധ സഖ്യമുണ്ടാക്കുകയെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമെന്നാണ് ചില ഘടകകക്ഷികളുടെ അഭിപ്രായം. NCP നേതാവ് ശരത് പവാറും ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവുമാണ് ഈ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. CPM നേതാക്കളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്താണ് ഇവരുടെ സമ്മർദ്ദമെന്നാണ് സൂചന.
രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കുന്നുവെങ്കിൽ BJPക്കെതിരെ കർണാടകയിൽ മത്സരിക്കുന്നതാണ് രാഷ്ട്രീയ ശരിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷിത മണ്ഡലമെങ്കിലും വയനാടിനെ സംബന്ധിച്ച ഈ പ്രതികൂല റിപ്പോർട്ടുകളാണ് രാഹുലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ രാഹുൽ വയനാടെത്തില്ല. പകരം കർണാടകയിലാകും രണ്ടാം മണ്ഡലം. കർണാടകയിൽ റായ്ചൂർ, ചിക്കോടി മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ മല്ലികാർജുൻ ഖാർഗെ രാഹുലിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും രാഹുൽ വന്നാൽ പിൻവലിക്കാൻ തയ്യാറെന്നാണ് PCC നിലപാട്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തന്നെയാണ് ഇനി പ്രഖ്യാപനത്തിന് വേണ്ടത്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലായി. പ്രഖ്യാപനം വൈകുന്നതോടെ തൃപ്തികരമായ മറുപടി നൽകാനാകാതെ വിഷമിക്കുകയാണ് നേതാക്കൾ. ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകുമെന്ന മറുപടിയാണ് കഴിഞ്ഞ 5 ദിവസമായും നേതാക്കൾ നൽകുന്നത്. പ്രഖ്യാപനം വൈകുന്നതിൽ ഘടകകക്ഷികൾക്കും അമർഷമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്ന് വെളിപ്പെടുത്തൽ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ മത്സരിച്ചു നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. വെളിപ്പെടുത്തൽ നടത്തി 6ാം ദിവസവും സ്ഥാനാർത്ഥിത്വത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ദിവസം തോറും സംസ്ഥാന നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപനം ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമില്ലെന്ന് പലവട്ടം ആവർത്തിച്ച ഉമ്മൻചാണ്ടിയാകട്ടെ 2 ദിവസമായി മൗനം പാലിക്കുന്നു. KPCCയുടെ ആവശ്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നതിനപ്പുറം കടത്തി പറഞ്ഞിട്ടില്ലെന്നാണ് മുല്ലപ്പള്ളിയുടെ വിശദീകരണം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്നറിഞ്ഞ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വരെ വലിയ ആവേശത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അനിശ്ചിതത്തിലായതോടെ ഇവരിലും ആശയക്കുഴപ്പം വർദ്ധിച്ചു. ഘടകകക്ഷികളുടെ കാര്യവും ഇത്തരത്തിൽ തന്നെ. പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം വരെ കാത്തിരിക്കല്ലാതെ നിവൃത്തിയില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഇടതുമുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നുകഴിഞ്ഞു. BDJ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ NDAയും പ്രചരണത്തിൽ സജീവമായി. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രാഹുലിനായി കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും അണികളും. ഒടുവിൽ വരുന്ന വാർത്തകൾ അത്ര അനുകൂലവുമല്ല. പറഞ്ഞുകുടുങ്ങിയ നേതാക്കൾ ആകെ അമ്പരപ്പിലാണ്. ഘടകകക്ഷികളുടെ ആശങ്ക വേറെ. ഇടതിന്റെ സമ്മർദ്ദത്തിന് രാഹുൽ വഴങ്ങുമോ എന്നാണ് ഇന്ന് ന്യൂസ് അജണ്ട ചോദിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് പ്രേക്ഷകരുടെ പ്രതികരണത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്. രാവിലെ 7:30 മുതൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471 66 15 881. CPM തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും PB അംഗങ്ങളും ചേർന്നാണ് പത്രിക ഇറക്കുക. മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ ശേഷമാണ് പത്രിക പുറത്തിറക്കുന്നത്. BJPയെ മാറ്റി മതേതര ബദൽ സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാവുന്ന വിവിധ പദ്ധതികളും വാഗ്ദാനങ്ങളും പത്രികയിൽ ഇടം നേടും. അതേസമയം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഏപ്രിൽ 2-ന് രാഹുൽ ഗാന്ധി പുറത്തിറക്കും. ക്ഷേമ പെൻഷൻ വിതരണം LDF രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതായി ആരോപണം. പെൻഷൻ വാങ്ങിയ വൃദ്ധ ദമ്പതികളുടെ ചിത്രം അനുവാദമില്ലാതെ ഉപയോഗിച്ചതിനെ തുടർന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോഴിക്കോട് കായണ്ണ സ്വദേശി അമ്മദിന്റെയും ഭാര്യ പാത്തുമ്മയുടെയും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ചിത്രം ഇടതനുകൂല വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. CPM നിയന്ത്രണത്തിലുള്ള കായണ്ണ സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ തുക വീട്ടിൽ എത്തിച്ചത്. പെൻഷൻ നൽകുവാനെത്തിയ ജീവനക്കാരൻ ഇവരുടെ ചിത്രം മൊബൈലിൽ പകർത്തുകയായിരുന്നു. ഈ ചിത്രം ഇവർ LDFനൊപ്പമെന്ന അടിക്കുറിപ്പോടെ ദുരുപയോഗം ചെയ്തുവെന്നാണ് പരാതി. കുറേ പൈസ എടുത്ത് പെണ്ണുങ്ങളെ കയ്യിൽ കൊടുത്ത് ഇത് ഓള് ഞാൻ 2 കൂടി നിർത്തി ഫോട്ടോ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ഇത് ബാങ്കിൽ കൊടുക്കാനാണ്, ഒരു തെളിവിനായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. പിന്നീട് അത് ഗൾഫിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. വാട്സപ്പിലൊക്കെ കൂടി എല്ലാം കൂടി വന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പരാണ് ആളുകളുള്ള ഒരടിക്കുറിപ്പും കാണുന്നു. അത് ഞാൻ ഇതുവരെക്കും ഞാളാരും ഉദ്ദേശിക്കാത്തൊരു കാര്യം ഇവന് അറിയാതെ പറഞ്ഞതാണ്. പെൻഷൻ നൽകുന്ന ചിത്രം പകർത്തിയിട്ടുണ്ടെന്നും എന്നാൽ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചിട്ടില്ലെന്നുമാണ് ബാങ്ക് ജീവനക്കാരൻ്റെ നിലപാട്. പെൻഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ നാട്ടിൽ പ്രചരിക്കുന്ന മാതിരി ഫോട്ടോ എടുത്ത് അടിക്കുറിപ്പോട് കൂടി എൻ്റെ ഫോണിൽ നിന്ന് യാതൊരു വാർത്തയും പോയിട്ടില്ല. ഇതിനെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. CPM ഭരിക്കുന്ന സർവീസ് ബാങ്കിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, പാർട്ടി പ്രവർത്തകന്മാർ ഇവിടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇങ്ങനെ പെൻഷൻ കൊടുത്തിട്ട്
ഇത് ഞങ്ങളെ പാർട്ടി തന്ന ഞങ്ങളെ പാർട്ടിയുടെ പെൻഷനാണ്, നമ്മുടെ ഗവൺമെൻറ് തന്ന പെൻഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് തന്നെ വ്യാപകമായി അവർ വീടുകൾ കയറി പറയുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. പാവപ്പെട്ടവരുടെ അവകാശവും രാഷ്ട്രീയ ആയുധമാക്കുകയാണോ മുന്നണികൾ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ഏത് തന്ത്രവും പയറ്റുന്നവരുടെ ഈ നിലപാടിനോട് എന്ത് പ്രതികരണം വേണം? ജനം തന്നെ ഇത്തരക്കാർക്കെതിരെ തെരുവിലിറങ്ങണം. ന്യൂസ് അജണ്ട ചോദിക്കുകയാണ്. പാവപ്പെട്ടവന്റെ അവകാശം വോട്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണ്ടേ? രാജ്യസന്നദ്ധത അറിയിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്. തന്റെ ബ്രെക്സിറ്റ് കരാർ പാർലമെന്റ് പാസാക്കിയാൽ രാജിവെച്ചൊഴിയാമെന്ന് അവർ പറഞ്ഞു. ബ്രെക്സിറ്റിനുമേലുള്ള നിയന്ത്രണം സർക്കാരിൽ നിന്നും പാർലമെന്റ് ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് മേയുടെ രാജ്യസന്നദ്ധത. ഇന്നലെ വൈകിട്ട് ചേർന്ന കൺസർവേറ്റീവ് എംപിമാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തെരേസ മെയ് രാജിക്കാര്യം മുന്നോട്ട് വെച്ചത്. 2 തവണ പാർലമെന്റിൽ പരാജയപ്പെട്ട ബ്രെക്സിറ്റ് കരാർ 3ാം വോട്ടെടുപ്പിൽ പാസ്സാകുകയാണെങ്കിൽ താൻ രാജിവെച്ചൊഴിയാമെന്നാണ് തെരേസ മെയ്യുടെ പ്രഖ്യാപനം. ബ്രെക്സിറ്റിൽ പുതിയൊരു സമീപനത്തിനും നേതൃത്വത്തിനുമുള്ള ആഗ്രഹം വ്യക്തമാണെന്നും ചർച്ചകളുടെ 2ാം ഘട്ടത്തിൽ താൻ ഉണ്ടാവില്ലെന്നും വാർത്താക്കുറിപ്പിലൂടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മെയ് രാജിസന്നദ്ധത അറിയിച്ചതോടെ മുൻപ് ബില്ലിനെതിരായി വോട്ട് ചെയ്ത പല എംപിമാരും ബില്ലിന് അനുകൂലമായ നിലപാടെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിൽ 12 മുമ്പ് ബ്രിട്ടീഷ് പാർലമെന്റ് ബിൽ പാസാക്കുകയാണെങ്കിൽ വ്യക്തമായ കരാറോടെയുള്ള ബ്രെക്സിറ്റിന് മെയ് 22 വരെ യൂറോപ്യൻ യൂണിയൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബ്രെക്സിറ്റ് കുരുക്കിൽ തെരേസ മെയുടെ നാളുകൾ എണ്ണപ്പെട്ടു. സമ്മർദ്ദത്തിനൊടുവിൽ പടിയിറങ്ങാൻ തയ്യാറാകുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കരുത്തയായ ഈ വനിതാ നേതാവ് പടിയിറങ്ങുന്നത് എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്? മുൻപ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണും ഇതേ വിഷയത്തിൽ തന്നെയാണ് അധികാരമൊഴിഞ്ഞത്. ന്യൂസ് അജണ്ട ചോദിക്കുന്നു, തെരേസ മെയുടെ രാജ്യസന്നദ്ധത നൽകുന്ന സന്ദേശം എന്ത്? ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് രേഖകൾ. ഇതോടെ പ്രതികൾക്കെതിരെ പോക്സോ നിയമം നിലനിൽക്കും. പെൺകുട്ടിയെയും പ്രധാന പ്രതി മുഹമ്മദ് റോഷനെയും രാവിലെ ഓച്ചിറയിലെത്തിക്കും. പെൺകുട്ടിയുടെ സ്കൂൾ രേഖകളിലാണ് പ്രായം വ്യക്തമാക്കുന്നത്. സ്കൂൾ TC അനുസരിച്ച് പെൺകുട്ടിക്ക് 17 വയസ്സും 6 മാസവുമാണ് പ്രായം. അതായത് നിയമപരമായി പ്രായപൂർത്തിയാകാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ചുമത്തിയ പോക്സോ നിയമമനുസരിച്ചുള്ള കുറ്റങ്ങൾ നിലനിൽക്കും. രേഖകളുടെ ആധികാരികത പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ സ്കൂളുമായി ബന്ധപ്പെട്ടാണ് രേഖകളുടെ ആധികാരികത ഉറപ്പുവരുത്തുക. പെൺകുട്ടിയെയും പ്രധാന പ്രതി മുഹമ്മദ് റോഷനെയും രാവിലെയോടെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തിക്കും. പ്രത്യേക പോലീസ് സംഘം റോഡ് മാർഗമാണ് ഇരുവരെയും കൊണ്ടുവരുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുംബൈ പൻവേലിൽ നിന്നാണ് ഇരുവരെയും പോലീസ് സംഘം കണ്ടെത്തിയത്. ഓച്ചിറയിൽ എത്തിയ ശേഷം പെൺകുട്ടിയെ വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കും. റോഷനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊല്ലം. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നലെ മാത്രം കേരളത്തിൽ 46 പേർക്ക് പൊള്ളലേറ്റു. തുടർച്ചയായ 3ാം ദിവസവും പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തി. വിവിധ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് പകർച്ചവ്യാധിയും പടരുന്നുണ്ട്. വിവിധ ആശുപത്രികളിലായി 45 പേരെ മഞ്ഞപ്പിത്തം ബാധിച്ച് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം ഡെങ്കിപ്പനി ബാധിതരായി 4 പേർ ചികിത്സ തേടി. ദിനം പ്രതി സൂര്യാതപമേൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോഴും തൊഴിൽ സമയ നിയന്ത്രണം കടലാസിൽ മാത്രം. 11 മുതൽ 3 മണിവരെ പുറം ജോലികൾ ചെയ്യരുതെന്ന് ഉത്തരവിറക്കിയതല്ലാതെ പാലിക്കപ്പെടുന്നോ എന്ന പരിശോധനകൾ കാര്യക്ഷമമല്ല. കൊടും ചൂടിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ പുറം ജോലി നിരോധനം ഏർപ്പെടുത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സ്ഥിതിക്ക് കാര്യമായ മാറ്റമില്ല. ചുട്ടുപൊള്ളുന്ന വെയിലിലും പൊതുമരാമത്ത് ജോലികൾ പോലും കരാറുകാർ നിർത്തിവെക്കുന്നില്ല. ചൂഷണം ചെയ്യപ്പെടുന്നതിൽ കൂടുതൽ പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തൊഴിൽ വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. പരിശോധനയും നടത്തുന്നുണ്ടെന്നാണ് വിശദീകരണം. കരാറുകാർക്ക് നോട്ടീസ് നൽകുന്നുണ്ടെങ്കിലും ജോലികൾ നിർത്താൻ തയ്യാറാകുന്നില്ലെന്നാണ് വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു തെരഞ്ഞെടുപ്പ് വാർത്തകൾ.
സംസ്ഥാനത്ത് വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഏക തെരഞ്ഞെടുപ്പ് കൺട്രോൾ റൂമാണ് കാസർഗോഡുള്ളത്. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളുടെയും വോട്ടർ ഹെൽപ്പ് ലൈനുകളുടെയും നിയന്ത്രണമാണ് കൺട്രോൾ റൂം വഴി നടപ്പിലാക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് പരാതികളുണ്ടോ? അതൊക്കെയും സിറ്റിസൺ വിജിൽ എന്ന ആപ്പ് വഴി അറിയിക്കാം. എല്ലാ പരാതികളും പരിശോധിക്കുന്നതിനും വോട്ടർമാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനും തയ്യാറായി കാസർഗോഡ് 5 അംഗ പെൺകൂട്ടം തയ്യാറാണ്. കാസർഗോഡ് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് കൺട്രോൾ റൂമിന്റെ പൂർണ്ണ ചുമതല ഈ വനിതാ ഉദ്യോഗസ്ഥർക്കാണ്. 40ഓളം പരാതികൾ വന്നിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് 100 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങളത് പരിഹരിക്കുന്നത്. അതൊരു പരമാവധി 100 മിനിറ്റ് തന്നെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്ക്വാഡുണ്ട് ഫീൽഡിൽ, 24 മണിക്കൂറും അവരും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കൈമാറും. ഒരുവിധം നമുക്കത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ജൂനിയർ സൂപ്രണ്ടുമാരായ സിജി ശ്യാമള, ഇന്ദു എം ദാസ് എന്നിവരാണ് കൺട്രോൾ റൂമിന്റെ നോഡൽ ഓഫീസർമാർ. സി വിജിൽ ആപ്ലിക്കേഷൻ, ഹെൽപ്പ് ലൈൻ തുടങ്ങിയവക്കായാണ് കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം. 1950 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇതിനകം 175 പേർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു. സി വിജിൽ ആപ്പ് വഴിയും നിരവധി പരാതികളാണ് എത്തിയിട്ടുള്ളത്. പെരുമാറ്റച്ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെടുന്ന ആർക്കും കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് പരാതി അറിയിക്കാം. പൂർണ്ണമായും സ്ത്രീകൾ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ ഏക തിരഞ്ഞെടുപ്പ് കൺട്രോൾ റൂം കൂടിയാണ് കാസർഗോഡുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. വർഷങ്ങളായി തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊച്ചി ചെല്ലാനം നിവാസികൾ. കടലാക്രമണം തടയാൻ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യത്തോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെയാണ് വോട്ട് ബഹിഷ്കരണം. ഏതു നിമിഷവും ആർത്തലച്ചെത്തുന്ന കടൽത്തിരകളെ പേടിച്ചാണ് ചെല്ലാനത്തെ ഓരോ ജീവിതവും മുന്നോട്ട് നീങ്ങുന്നത്. മാറി മാറി വന്ന ഭരണാധികാരികളോട് കടൽഭിത്തി വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവഗണനയായിരുന്നു ഫലം. ഇതേ ആവശ്യം ഉന്നയിച്ച വലിയ സമരങ്ങൾക്കും ചെല്ലാനം സാക്ഷ്യം വഹിച്ചു. എന്നാൽ സമരം ഒത്തുതീർപ്പാക്കാൻ അധികൃതർ കാണിച്ച ശുഷ്കാന്തി കടൽഭിത്തി നിർമ്മിക്കുന്നതിൽ പ്രകടമായില്ല. അതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ചെല്ലാനം നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. വോട്ട് ചോദിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികളോട് ഇത് വ്യക്തമാക്കും. ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായി സ്ഥാനാർത്ഥി. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഇവിടെ ആൾക്കാർ പറഞ്ഞ് വോട്ട് ചെയ്യലെന്ന് പറഞ്ഞ്, ഇത് ചെയ്യാണ്ട് വോട്ട് ചെയ്യലെന്ന് പറഞ്ഞ്. ഇത് ഞങ്ങൾക്ക് വോട്ടലല്ല വലുത്, ഞങ്ങളുടെ ജീവനല്ലേ. ഇത്ര ഉണ്ട് ഞങ്ങളുടെ വീടൊക്കെയാണ് കാണാൻ നിൽക്കണതൊക്കെ. അപ്പോൾ അത് ചെയ്ത് തന്നെ ഒന്ന് ഞങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യലെന്ന് അവരോട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇവിടെ ഇപ്പം ഇത് തരാൻ വന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്, അത് നിങ്ങൾ പാഴാക്കി കളയരുത്, അത് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ ചെയ്യണമെന്നാണ്. പക്ഷെ ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും പറയണം ഇതെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണം, അന്ന് ഞങ്ങൾ ഇനി ഇലക്ഷന് വോട്ട് ചെയ്യും. 1500ഓളം കുടുംബങ്ങളാണ് തീരദേശ മേഖലയായ ചെല്ലാനത്ത് താമസിക്കുന്നത്. ഓക്കി ചുഴലിക്കാറ്റ് സമയത്ത് ചെല്ലാനം നേരിട്ട ദുരിതങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ പരിഹാരമായിട്ടില്ല. ഇതോടൊപ്പമാണ് കടൽഭിത്തിയില്ലാത്തതിന്റെ പ്രതിസന്ധികളും. സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന യാതൊരുവിധ ഉറപ്പിന്മേലും വിശ്വാസമർപ്പിക്കേണ്ടെന്നാണ് ചെല്ലാനം നിവാസികളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് ബഹിഷ്കരണത്തിലൂടെയാകും ഇവർ പ്രതിഷേധിക്കുക. ചെല്ലാനത്ത് നിന്നും ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ചുട്ടുപൊള്ളുന്ന പാലക്കാടൻ മണ്ണിൽ തെരഞ്ഞെടുപ്പ് ചൂടിന് ആവേശം പകരാൻ VS എത്തി. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MP രാജേഷിന് വോട്ട് അഭ്യർത്ഥിച്ചാണ് VS പ്രചാരണ വേദികളിൽ സജീവമായത്. VS ഉയർത്തുന്ന ആവേശം ഒരു ചൂടിലും ഉരുകിയൊലിച്ചു പോവില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദി. MP രാജേഷിന് വോട്ടഭ്യർത്ഥിച്ചുള്ള കുടുംബയോഗങ്ങളിലും കർഷക കൂട്ടായ്മയിലും പങ്കെടുക്കാനാണ് കഠിനമായ ചൂടിനെ അവഗണിച്ച് VS എത്തിയത്. ചെറിയ സദസ്സാണെങ്കിലും VS എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി. BJPയെയും കോൺഗ്രസിനെയും വിമർശിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദമാക്കി ഒടുവിൽ LDFന് വോട്ടഭ്യർത്ഥിച്ച് ചെറുപ്രസംഗം. ഒരുതുന്ന ഇന്ത്യൻ ജനതയുടെ യുവശബ്ദമാണ് രാജേഷ്. ആ ശബ്ദം തുടർന്നും ഇന്ത്യയിൽ മുഴങ്ങണമെന്നതിനാൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും MP രാജേഷിന് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ നൽകി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിപ്രായങ്ങൾ. ഏപ്രിൽ 1-നാണ് VSന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമാവുക. ഏപ്രിൽ 20 വരെ പര്യടനം നടത്തുന്ന അദ്ദേഹം 9 മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. ന്യൂസ് 18 പാലക്കാട്.